ശ്രീ കെ.പി. മോഹൻ. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇപ്രാവശ്യം തിരക്കുകൾ കൂടുതലായെങ്കിലും അത് അത്രമാത്രം ഭക്തർക്ക് അനുഭവപ്പെട്ടില്ല എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്രാവശ്യം ഞങ്ങൾ 2 പ്രാവശ്യം അവിടെ പോയി. ഞാൻ ഇരുമുടിക്കെട്ടുമേന്തി സ്വാമിയായിട്ട് തന്നെ അവിടെ പോയി. രണ്ടാമത് ഞാനും കുഞ്ഞമ്മദ് മാഷും ജോബ് മൈക്കിളും അടങ്ങിയ നിയമസഭാ സമിതി വയോജനങ്ങളുടെ സൗകര്യങ്ങൾ അവിടെ എന്തൊക്കെയുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടി താഴെ പമ്പയിലും അതുപോലത്തെ ശബരിമല മേലെ സ്റ്റിച്ചിങ് നടത്തി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് വയോജനങ്ങൾക്ക് അവിടെ ടോയ്ലറ്റും അതുപോലെ തന്നെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും കുറവാണ്. അത് കൂടുതലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ പമ്പയിൽ എത്തിച്ചേരുന്ന വാഹനങ്ങൾ, പ്രൈവറ്റ് വാഹനങ്ങളെ നിലയ്ക്കൽ നിന്ന് ഇങ്ങോട്ട് വിടുന്നില്ല. ബസ്സുകളൊക്കെ തന്നെ പണ്ട് ആ ബസ് പാർക്ക് ചെയ്യാൻ വേണ്ടി ഹിൽ ടോപ്പിൽ സൗകര്യമുണ്ടായിരുന്നു. ഒരുപാട് ബസ്സുകൾ അവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. അതുകൂടി ഒരുക്കി കഴിഞ്ഞാൽ ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇപ്രാവശ്യം നന്നായിട്ട് കഴിഞ്ഞ 76-ൽ ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോൾ താഴെ നിന്ന് പമ്പയിൽ നിന്ന് അവിടെ എത്തിച്ചേരാൻ രാവിലെ 7 മണിക്ക് നിന്നിട്ട് പിറ്റേ ദിവസം 9 മണിക്കാണ് 18-ാം പടി കയറാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുപോലുള്ള തിരക്ക് ഇപ്പോഴും അനുഭവപ്പെട്ടില്ല. പക്ഷെ നല്ല തിരക്കായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ വളരെ നല്ല കാര്യം ദേവസ്വം ബോർഡും അതുപോലെ തന്നെ വകുപ്പും ബഹുമാനപ്പെട്ട മന്ത്രിയും അവിടെ സന്ദർശിച്ചുകൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാ അർത്ഥത്തിലും നല്ല രീതിയിലുള്ള അഭിനന്ദനം അർപ്പിക്കാം. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞത് വയോജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണം എന്നാണ്. ഈ വർഷം 103 വയസ്സായ 2, 3, 4 ഭക്തരെത്തുകയാണ്. 103 വയസ്സ് കഴിഞ്ഞ് ഒരടക്കം അവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് വയസ്സായ ആളുകൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക ക്യൂ സിസ്റ്റം കൊണ്ടുവന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഇവിടെ പറഞ്ഞു. അവിടെ ക്യൂ കോംപ്ലക്സ് പണിതിട്ടുണ്ട്. ആ ക്യൂ കോംപ്ലക്സ് നേരത്തെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് നല്ലപോലെ പോകുന്നില്ല. അപ്പോൾ ആ ക്യൂ കോംപ്ലക്സുകളിൽ ഈ പ്രായമായ ആളുകൾക്കും കുട്ടികൾക്കും ഒക്കെ വിശ്രമിക്കാനോ അവർക്കുള്ള അവിടെ എല്ലാ ഭൗതിക സാഹചര്യം അവിടെ നമുക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാം. തീർച്ചയായിട്ടും മറ്റ് സൗകര്യങ്ങൾ ഈ പറഞ്ഞ പോലെ വയസ്സായ ആളുകളെല്ലാം വരുന്ന ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാനുള്ള പ്രയാസമുണ്ട്. കുട്ടികളെയും വയസ്സായ ആളുകളെയും എല്ലാവരും ഗ്രൂപ്പായിട്ട് വരുന്നു. ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ അവരെ നമുക്ക് സൗകര്യപ്രദമായിട്ട് സ്ഥലത്തേക്ക് മാറ്റാം. ഗ്രൂപ്പായി വരുമ്പോൾ അവരുടെ ഗ്രൂപ്പിൻ്റെ കൂടെ പോകേണ്ടി വരുന്നു എന്നുള്ളതും ഒരു പ്രയാസം നേരിടുന്ന ഒരു കാര്യമാണ്. അതുകൂടി പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താം.